ഈ പിരിച്ച പണം മുഴുവൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങ് ഹൈദരാബാദിൽ, ഡൽഹിയിൽ, ബാംഗ്ലൂരിൽ ഇത്തരം ഇടങ്ങളിലെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളുടെ മേശ വലിപ്പിനകത്തേക്ക് കൊണ്ടുപോയി വെച്ചു. നേരത്തെ വ്യാജൻ മാത്രമായിരുന്നു കരുതിയത്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ബോധ്യപ്പെട്ടു ഇവൻ വ്യാജൻ മാത്രമല്ല, ഒന്നാം തരം കള്ളനാണെന്ന്. ഒന്നാം തരം കള്ളൻ. ഇപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സാറിന് രാജിവെച്ച് പോയല്ലോ. ഓൻ അകത്തിരുന്ന് ചിരിക്കണ്ടോ, ഇനിയിപ്പോ ഇതിന്റെ കണക്കൊന്നും ആരോടും പറയേണ്ട കാര്യമില്ലല്ലോ എന്ന്. ഇനിയിപ്പോ കണക്കും ചോദിച്ചോണ്ട് ആരും വീട്ടിലേക്ക് കയറി വരില്ലല്ലോ എന്നുള്ള സമാധാനം കൂടി ഉണ്ടാവുക ചെങ്ങൈക്കിപ്പോ. ലക്ഷക്കണക്കിന് രൂപ ഈ നാട്ടിലെ ദുരന്തം അനുഭവിക്കുന്ന മനുഷ്യരുടെ പേര് പറഞ്ഞ് കട്ടുകൊണ്ടുപോയവന്റെ പേരാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നത് രാഹുൽ മാങ്കൂട്ടം. വ്യാജം മാത്രമല്ല, കള്ളനുമാണ്. അതിന്റെ തുടർച്ചയിലാണ് ഈ ദിവസങ്ങളിൽ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. ആ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ കാണുമ്പോൾ ബോധ്യപ്പെടും ഇവൻ വ്യാജൻ മാത്രമല്ല, ഇവൻ കള്ളൻ മാത്രമല്ല, ഇവനൊരു സൈക്കോപാത്താണ്. ഇവനൊരു സൈക്കോപാത്താണ്. പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ട കോൺഗ്രസുകാരെ, പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസുകാരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ നാട്ടിലെ മനുഷ്യർക്ക് അസാമാന്യമാം വിധമുള്ള ജനാധിപത്യ ബോധ്യമുള്ള കൊണ്ടാട്ടോ, ജനാധിപത്യ ബോധമുള്ളത് കൊണ്ടാട്ടോ നാട്ടില് മൈക്ക് കെട്ടി ജനകീയ വിചാരണ സദസ്സിൽ ഒതുക്കുന്നത്. ഇല്ലായിരുന്നുവെങ്കിൽ ഈ പേ പിടിച്ച സൈക്കോപാത്തിനെ കേരളത്തിന്റെ തെരുവിൽ എവിടെ കണ്ടാലും കല്ലെറിഞ്ഞോടിക്കുന്ന നിലയിലേക്ക് ഈ നാട്ടിലെ മനുഷ്യരെത്തിയിരുന്നു. നമ്മളെ നാട്ടില് നായ്ക്ക് പേ പിടിച്ചെന്താ ചെയ്യാം? നായ്ക്ക് പേ പിടിച്ചാൽ ഒന്നുകിൽ കല്ലെറിഞ്ഞോടിക്കും, അല്ല തച്ചു കൊല്ലും. ഈ വിധത്തിലുള്ള സൈക്കോപാത്തിനെ കല്ലെറിഞ്ഞോടിക്കാത്തത് ഈ നാട്ടിലെ മനുഷ്യരുടെ ജനാധിപത്യ ബോധമാണ് എന്ന ബോധ്യം നാട്ടിലെ കോൺഗ്രസുകാർക്ക് ഉണ്ടായിക്കോട്ടെ കേട്ടോ. എന്താ ഓരോ ദിവസം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, ഓരോ ദിവസം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. ഇപ്പൊ ചില ആളുകൾ സമീകരിക്കാനൊക്കെ വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സമാനതകളില്ലാത്ത ക്രിമിനൽ ആക്ടിവിറ്റിയാണ്, സമാനതകളില്ലാത്ത ക്രിമിനൽ പ്രവർത്തനമാണ് ഇക്കഴിഞ്ഞ കുറച്ചധികം നാളുകളായി MLA കുപ്പായത്തിന്റെ തണലിൽ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് പദവിയുടെ തണലിൽ, PD സതീശന്റെ തണലിൽ, ഷാഫി പറമ്പിലിന്റെ തണലിൽ ഈ സൈക്കോപാത്ത് കെട്ടിയാടിക്കൊണ്ടിരുന്നത് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ ബോധ്യപ്പെട്ട തെളിവ് സഹിതം പുറത്തേക്ക് വന്ന ഈ സൈക്കോപാത്തിനെടുത്ത് പുറത്തു കളയാനുള്ള ധൈര്യം കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വത്തിനില്ല എന്ന് ബോധ്യപ്പെടല്ലേ ഈ ദിവസങ്ങളിൽ. ഈ വിധത്തിൽ കോൺഗ്രസുകാരുൾപ്പെടെ, കോൺഗ്രസിന്റെ സമുന്നതരായ നേതൃത്വം ഉൾപ്പെടെ പറഞ്ഞില്ല, ഈ ചെങ്ങാതി രാഷ്ട്രീയ പ്രവർത്തനം പോയിട്ട് നാട്ടിലിറങ്ങി നടക്കാൻ വേണ്ടിയിട്ട് അർഹതയില്ലാത്തവനാണ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ നേതാക്കളടക്കം പറഞ്ഞില്ലേ, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഈ നാട്ടിലെ മനുഷ്യന്മാർ പറഞ്ഞു. എന്നിട്ടും കേരളത്തിലെ കോൺഗ്രസിന്റെ വനിതാ നേതാക്കളാകമെന്ന് പറഞ്ഞില്ലേ, ഈ ചെങ്ങാതി രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കണം, MLA സ്ഥാനത്ത് രാജിവെച്ച് പുറത്തേക്കെടുത്ത് കളയണം, രാജി എഴുതി വാങ്ങിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് കളയാൻ കഴിയുന്നില്ല.